गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായമാണ് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ഈ സമയത്ത് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് 7, 8, 9 ശ്ലോകങ്ങളാണ്. 4-ാം അധ്യായത്തിൽ നേരത്തെ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ രാവിലത്തെ ക്ലാസ്സിലും തുടർന്നുള്ള ക്ലാസ്സുകളിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഉപദേശത്തെ ഭഗവാൻ ഉപസംഹരിക്കാം എന്ന് കരുതിയിട്ട് വംശകഥനം ചെയ്യുകയാണ്. അതായത് ആചാര്യ പരമ്പരയെ പറഞ്ഞുകൊണ്ട് ഉപദേശത്തെ ഉപസംഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഭഗവാൻ. പക്ഷേ അപ്പോഴാണ് അർജുനനൊരു സംശയം ഉണ്ടാവുന്നത്. പിന്നീട് ആ സംശയത്തിന് മറുപടിയായിട്ട് വീണ്ടും ഗീത തുടരുകയാണ്. ഈ ഒരു യോഗം ഞാൻ മുമ്പ് വിവസ്വാനായിട്ട് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ മനുവിനായിട്ട് ഉപദേശിച്ചു. മനുവാവട്ടെ ഇക്ഷ്വാകുവിനായിട്ട് ഉപദേശിച്ചു. ഇവരെല്ലാം രാജർഷിമാരായിരുന്നു. ഈ ധർമ്മത്തെ, ഈ ഒരു ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ ഈ പരമ്പരാപ്രാപ്തമായിട്ടുള്ള യോഗം പിന്നീട് മഹതാകാലേന ദീർഘകാലയളവിനുള്ളിൽ ഇത് നഷ്ടമായി. ആ ഒരു യോഗമാണ് നിനക്ക് ഞാൻ ഉപദേശിക്കുന്നത്. അത്രയും വിശിഷ്ടമായിട്ടുള്ളൊരറിവാണ് നിനക്ക് ഞാൻ ഉപദേശിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് നിനക്കിത് ഉപദേശിക്കുന്നതിനുള്ള കാരണം എന്നാണെങ്കിൽ ഭക്തോസിമേ സഖാ ചേതി, നീ എൻ്റെ ഭക്തനുമാണ്, സഖാവുമാകുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മാത്രമല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ അത്യന്തം ഉത്സുകനാണ് നീ എന്നുള്ളത് കൊണ്ട് നിനക്ക് ഞാൻ ഇത് ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് അർജുനൻ്റെ സംശയം ഉടലെടുക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ ഒരു യോഗത്തെ വിവസ്വാനായിക്കൊണ്ട് ഉപദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം എന്താണ്? അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ. പരമായിട്ടുള്ളതാണ് വിവസ്വാൻ്റെ ജന്മം. പരം എന്ന് വെച്ചാൽ പൂർവകാലത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങയുടെ ജന്മമാവട്ടെ അപരമാണ്, പൂർവകാലീനമല്ല, അപരമാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങ് എൻ്റെ സമകാലികനായിട്ട് നിലകൊള്ളുന്ന ആളാണ്. അങ്ങനെയുള്ള അങ്ങ് എങ്ങനെ വിവസ്വാൻ ഉപദേശിച്ചു അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, അല്ലയോ അർജുന, വാസ്തവത്തിൽ നിനക്കും എനിക്കും രണ്ടുപേർക്കും ഒരുപാട് ജന്മങ്ങൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവച അർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ആ അതീതമായിട്ടുള്ള ജന്മങ്ങളെയെല്ലാം എനിക്കറിയാം, പക്ഷേ നിനക്കത് അറിയുന്നില്ല. അതുകൊണ്ടാണ് നീ എന്ത് വിചാരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഉപദേശത്തെ ഭഗവാൻ വിവസ്വാന് നൽകിയത് എന്ന് നീ ആശങ്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞതിന് ശേഷം ഭഗവാൻ അർജുനൻ്റെ ഉള്ളിലുണ്ടായേക്കാവുന്ന ഒരു സംശയത്തെ ദൂരീകരിക്കാനായിട്ട് തുടർന്നുള്ള ശ്ലോകത്തിൽ എങ്ങനെയാണ് ഈശ്വരഭാവത്തിൽ നിലകൊള്ളുന്ന ഭഗവാൻ ഇങ്ങനെ പല ജന്മങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യത്തെ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്.
സാധാരണ ആളുകൾ ജനിക്കുന്നത് പ്രാരബ്ധ കർമ്മത്തിൻ്റെ ബലം കൊണ്ടാണ്. അതുപോലെ പ്രാരബ്ധ കർമ്മം കൊണ്ടാണോ ഭഗവാനും ജനിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനും സാധാരണ ജീവന്മാരെ പോലെ പല വിധത്തിലുള്ള പരിമിതികളാൽ അലട്ടപ്പെടുന്ന ഒരു നിസ്സാര ജീവനായിട്ട് തീരും. സാധാരണ ജീവന്മാരെ പോലെ കർമ്മ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഭഗവാനും ജനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ജന്മത്തെക്കുറിച്ച് മാത്രമേ അർജുനൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതല്ലാത്ത ഒരു ജന്മം സാധ്യമാണോ? അതിനെക്കുറിച്ച് അർജുനൻ ഇതുവരെ കേട്ടിട്ടില്ല. അവിടെ ഭഗവാൻ അർജുനനോട് പറയാണ്, അല്ലയോ അർജുന, അടുത്ത ശ്ലോകം 6ാമത്തെ ശ്ലോകവും ഇവിടെ ചർച്ച ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്, ഇല്ലേ? 7, 8, 9 നമുക്കുള്ള ശ്ലോകങ്ങൾ. 7, 8, 9. അപ്പം ഇവിടെ അർജുനനോട് ഭഗവാൻ അതിൻ്റെ ഒരു രഹസ്യത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അല്ലയോ അർജുന, എങ്ങനെയാണ് ഈ ഒരു പല ജന്മങ്ങൾ ഞാൻ സ്വീകരിക്കുന്നത്? സാധാരണ ജീവന്മാരെ പോലെ അവശനായിട്ടാണോ ഞാൻ ഈ ലോകത്തിൽ കഴിയുന്നത് എന്ന് നീ ചിന്തിക്കേണ്ട. കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളാൽ അവശന്മാരായിട്ടാണ് സാധാരണ ജീവന്മാർ കഴിയുന്നത്. അതുപോലെ തന്നെയാണോ ഭഗവാനും ഇവിടെ കഴിയുന്നത് എന്നാണെങ്കിൽ പറയാണ്, വാസ്തവത്തിൽ ഞാൻ അജനും അവ്യയനും ആണെന്നിരിക്കലും അജോപിസൻ അവ്യയാത്മാ, മാത്രമല്ല ഭൂതാനാം ഈശ്വരോപിസൻ, സർവഭൂതങ്ങളുടെയും ഈശ്വരനാണ് ഞാനെന്നിരിക്കലും എൻ്റെ പ്രകൃതിം സ്വാം അധിഷ്ഠായ, എൻ്റെ പ്രകൃതിയെ വശീകരിച്ചിട്ട് അധിഷ്ഠാനം ചെയ്തിട്ട് ആത്മമായയാ, എൻ്റെ മായാശക്തി ഹേതുവായിട്ട് സംഭവാമി, ഞാൻ ഭവിക്കുന്നു. അപ്പോൾ സാധാരണ ജീവന്മാരെ പോലെ അല്ല ഭഗവാന്റെ ഈ ഒരു ജന്മസ്വീകരണം എന്നിവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ ജീവന്മാർ മായയ്ക്ക് വശംവതരായിട്ട് കഴിയുമ്പോൾ ഭഗവാൻ ആവട്ടെ മായയെ തൻ്റെ വശത്തിൽ വെച്ചിട്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അജഹ അപിസൻ, അജനാണെന്നിരിക്കലും, വാസ്തവത്തിൽ ഞാൻ ജന്മമില്ലാത്തവനാണെന്നിരിക്കലും. അവ്യയാത്മാ, ജനനം മാത്രമല്ല, എനിക്ക് മരണവുമില്ല. അവ്യയാത്മാവാണ് ഞാൻ, മരിക്കാത്ത നശിക്കാത്ത സ്വരൂപത്തോടൊത്തവനാണ് ഞാൻ. അങ്ങനെയാണെന്നിരിക്കലും ഞാൻ ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയെ തൻ്റെ അധീനത്തിൽ വെച്ചിട്ടാണ് ഭഗവാൻ ജന്മത്തെ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ശ്ലോകത്തിൽ വളരെ വ്യക്തമാണ്. ഇതൊക്കെ വളരെ വിസ്തരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്കാണ് കടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ജന്മത്തെ സ്വീകരിക്കുന്നത്? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിട്ടുള്ള ഭഗവാൻ ആ ഒരു ധാമത്തിൽ, ആ ഒരു സ്വരൂപത്തിൽ ഇരുന്നാൽ പോരെ? എന്തിനു വേണ്ടി ഈ ദുഃഖരൂപമായിട്ടുള്ള ജന്മത്തെ സ്വീകരിക്കണം? ഈ ദുഃഖാലയവും അശാശ്വതവുമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വന്ന് ഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രയോജനം, ഉദ്ദേശ്യം അതുകൊണ്ട് സാധിക്കാനുണ്ടോ? ഭഗവാൻ പറയുന്നു, എൻ്റെ ഈ ഒരു ജന്മസ്വീകരണം എന്തിനു വേണ്ടിയിട്ടാണ്? യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം
വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളാണ് ആദ്യത്തെ 7ഉം 8ഉം ശ്ലോകങ്ങൾ. അതറിയാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? 7ാമത്തെ ശ്ലോകം കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കാം. ഉണ്ടോ? കേട്ടിട്ടുള്ളവരെത്ര പേരുണ്ട്? മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാലും ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും കേൾക്കാത്തവർ. 7ഉം 8ഉം ശ്ലോകങ്ങൾ അവതാര ഉദ്ദേശത്തെക്കുറിച്ചിട്ട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അവതാര തത്വത്തെക്കുറിച്ചിട്ട് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അവതാര ഉദ്ദേശത്തെക്കുറിച്ചിട്ടാണ് 7ഉം 8ഉം ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നത്? അവതാരം എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം ഇവിടെ ഈ ഭഗവത്ഗീതയിൽ നമുക്ക് അവതാരം എന്നുള്ളൊരു വാക്കൊന്നും എവിടെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് പുരാണങ്ങളിൽ പുരാണപ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് അവതരിക്കുക എന്നുള്ള വാക്ക്. അപ്പോൾ ആ വാക്ക് വെച്ചിട്ടാണ് ഭഗവാന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക ഭഗവാൻ അവതരിച്ചു എന്ന് നമ്മൾ പറയും. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നത്? അവതരിക്കുക പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നാ അർത്ഥം. സ്വധാമത്തിൽ നിന്നും ഇറങ്ങി വരിക, ശരീരത്തിൻ്റെ വ്യവഹാരങ്ങളുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. പക്ഷെ ഇറങ്ങി വന്നുവോ എന്ന് ചോദിച്ചാൽ വന്ന പോലെ ഭവിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. വളരെ ഗംഭീരമായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ ആശയത്തെ ഭഗവത്ഗീതയുടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഉപോദ്ഘാത ഭാഷ്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗീതാ സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു നല്ല ഒരു ധാരണയുണ്ടാവും. എല്ലാവരുടെ കയ്യിലും ഗീതാ പുസ്തകം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഭാഷ്യസഹിതമായിട്ടുള്ള പുസ്തകം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വെറുതെ കേട്ടാൽ മതി. നമ്മൾ ആദ്യത്തെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം, ശ്രദ്ധിക്കാം. നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ശ്ലോകങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ശ്ലോകമാണ്. പൊതുവെ പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും പൊതുവെ കേട്ട് പരിചയമുള്ള ശ്ലോകമാണ്. അർത്ഥവും വളരെ ലളിതമായിട്ടുള്ളതാണ്. അതിൻ്റെ കൂടുതൽ താല്പര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നുള്ള നിലയ്ക്കാണ് ഈ ഉപോദ്ഘാത ഭാഷ്യത്തിൽ പ്രസക്തമായിട്ടുള്ള ഭാഗം നമ്മളൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ഭാഷ്യം, ഭഗവത്ഗീത ആരംഭിക്കുന്ന ഭാഗം, ഭഗവത്ഗീത ഭാഷ്യം ആരംഭിക്കുന്ന ഭാഗം. ഓം നാരായണ പരോ വ്യക്താത് അണ്ടമവ്യക്ത സംഭവം അണ്ടസ്യാന്തസ്തിമേ ലോകാഹ സപ്തദ്വീപാച മേദിനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീത ഭാഷ്യം ആരംഭിക്കുന്നത്. നാരായണൻ എങ്ങനെയുള്ളവനാണ്? നാരായണൻ പരഹ, പരനാകുന്നു, സർവനാമരൂപ ഭാവങ്ങൾക്കും ഉപരിയുള്ളവനാണ് എന്നുള്ളത് കൊണ്ട് പരൻ. അങ്ങനെ പരനായിട്ടുള്ള നാരായണൻ എന്തിനേക്കാൾ പരനാണ് ചോദിച്ചാൽ പറയാണ് അവ്യക്താത്, അവ്യക്ത സ്വരൂപമായിരിക്കുന്ന മായയ്ക്കും പരമായിട്ടുള്ളവനാണ്. നാരായണ പരഹ അവ്യക്താത്, അവ്യക്താത് പരഹ, അവ്യക്ത സ്വരൂപമാണ് മായ. സർവ പ്രപഞ്ചത്തിൻ്റെയും ബീജഭാവമാണ് മായ എന്നുള്ളത് കൊണ്ട് ഏതുപോലെ വിത്ത്
ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിത്ത് എപ്രകാരമാണോ അപ്രകാരമാണ് ഈ ജഗത്തിനെ സംബന്ധിച്ചിടത്തോളം മായ. അനേകം ശാഖകളായിട്ട് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയ വൃക്ഷം. പക്ഷെ ആ വൃക്ഷം മുഴുവനും ചെറിയൊരു വിത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. വിത്ത് പിളർന്നാൽ വൃക്ഷത്തെ കാണുമോ ചോദിച്ചാൽ ഇല്ല. എന്താ കാരണം? അത് അവ്യക്ത രൂപത്തിലാണ് ഇരിക്കുന്നത്, നാമരൂപങ്ങളിൽ വ്യക്തമല്ല. വിത്ത് പിളർന്ന് നോക്കിയാൽ നമുക്ക് വൃക്ഷത്തെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് വിത്തിനുള്ളിൽ വൃക്ഷമില്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം എന്താണ്? ആ വിത്ത് കുഴിച്ചിട്ടാൽ നമുക്ക് വൃക്ഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തേ പറയാൻ സാധിക്കുള്ളൂ? ഈ വൃക്ഷം മുഴുവനും വിത്തിൽ ഏത് രൂപത്തിലിരിക്കുന്നു? കാരണരൂപത്തിൽ, ശക്തി രൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ബീജഭാവമാണ്, കാരണഭാവമാണ് മായ. ആ മായയാണ് ഇവിടെ അവ്യക്ത ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവ്യക്താത് പരനാണ്, അവ്യക്തത്തിന് ഉപരിയുള്ളവനാണ് നാരായണൻ. അതുകൊണ്ടാണ് നാരായണൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ആ കാരണ സ്വരൂപിണിയായിട്ടുള്ള ശക്തിയെ വശത്ത് വെച്ചുകൊണ്ട് ഒരു ജന്മം സ്വീകരിക്കാൻ സാധിക്കുന്നത്. ആ മായയ്ക്ക് അധീനനാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. മായയ്ക്ക് ഉപരിയുള്ളവനാണ് നാരായണ പരഹ അവ്യക്താത്. അണ്ടം അവ്യക്ത സംഭവം. അണ്ടം, ഈ സമസ്ത സ്ഥൂല പ്രപഞ്ചവും തന്നെ എവിടുന്ന് സംഭവിച്ചതാണ് ചോദിച്ചാൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന മായയിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതാണ്. ആ അണ്ടത്തിൽ, ആ ബ്രഹ്മാണ്ടത്തിലാണ് സപ്തദ്വീപുകളോട് കൂടിയിട്ടുള്ള ഈ ഭൂമിയും നിലകൊള്ളുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതിനെ ഒരു ശ്ലോകരൂപത്തിൽ പറഞ്ഞ് ആ പ്രപഞ്ചകാരണനായിരിക്കുന്ന നാരായണനെ, ഏത് നാരായണനാണോ ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ളത്, ആ നാരായണനെ വന്ദിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത ഭാഷ്യം ആരംഭിക്കുന്നത്. തുടർന്ന് ആ ഭഗവാൻ ഈ ജഗത്തിനെ മുഴുവനും സൃഷ്ടിച്ച് അതിൻ്റെ രക്ഷയെ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മത്തെ മരീചി തുടങ്ങിയിട്ടുള്ള ഋഷിമാർക്കായിട്ട് ഉപദേശിച്ചു. നിവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മത്തെ ആവട്ടെ സനക സനന്ദനാദി ഋഷിമാർക്കും ഉപദേശിച്ചു. ഇങ്ങനെ രണ്ട് വഴികളിലൂടെയാണ് വൈദിക ധർമ്മം പ്രചലിക്കുന്നത്, നിലനിൽക്കുന്നത്. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണ ച. രണ്ട് പ്രകാരത്തിലുള്ളതാണ് വേദോക്തമായിട്ടുള്ള ധർമ്മം. ഏതൊക്കെയാണത്? ഒന്ന് പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മവും മറ്റൊന്ന് നിവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മവും. ഇവിടെ രണ്ട് പ്രകാരത്തിൽപ്പെട്ട ജീവിത രീതികൾ വേദം നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന് പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ഒരു ജീവിത രീതി, അതിലുള്ള അനുഷ്ഠാനങ്ങൾ. മറ്റൊന്ന് നിവൃത്തി ലക്ഷണമായിരിക്കുന്ന ഒരു ജീവിത രീതി. തുടർന്ന് പറയാണ്, ഈ ജഗത്തിൻ്റെ മുഴുവനും ജഗതഃ സ്ഥിതി കാരണം. ഇവിടെ ഭഗവാൻ, നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ്. എന്താണ് ഈ ധർമ്മം? പറയാണ്, ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു യഃ സഹ ധർമ്മഃ. ജഗത്തിന് മുഴുവനും സ്ഥിതി കാരണമായിട്ടുള്ളതാണ്. ഈ ജഗത്തിന് മുഴുവനും യാതൊന്നാണോ നിലനിർത്തുന്നത്, അതാകുന്നു ധർമ്മം. മാത്രമല്ല ഓരോ പ്രാണിനാം എന്ന് വെച്ചാൽ ഓരോ ജീവിക്കും സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു. അഭ്യുദയത്തിനും നിശ്രേയസത്തിനും, നിശ്രേയസം ആത്യന്തികമായിട്ടുള്ള ശ്രേയസ്, അഭ്യുദയം താൽക്കാലികമായിട്ടുള്ള ശ്രേയസ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ശ്രേയസ്, അതിനെ എന്ന് വെച്ചാൽ നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ഉയർച്ച, അതിനെ അഭ്യുദയം എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞു. നിശ്രേയസമാവട്ടെ ആത്യന്തികമായിട്ടുള്ള കൃതാർത്ഥത. ഇത് രണ്ടും ഉറപ്പുവരത്തക്ക വിധത്തിൽ നമ്മൾ ഏതൊരു ജീവിത രീതിയെ പരിപാലിക്കണമോ അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിനും സമാധാനമായിട്ട് ശാന്തമായിട്ട് നിലനിൽക്കാൻ തക്ക വിധത്തിൽ നമ്മൾ ഏതെല്ലാം മൂല്യങ്ങളെ ജീവിതത്തിൽ പാലിക്കണമോ, ഏത് തരത്തിലുള്ള മനോഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണമോ, ഏതൊക്കെ വിധത്തിലുള്ള ആചരണങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണമോ, അതിനെല്ലാം ഉള്ളടക്കിയിട്ട് വേണം നമ്മൾ ധർമ്മം എന്നതുകൊണ്ട്
മനസ്സിലാക്കാൻ. ധർമ്മത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. വ്യക്തിയുടെ ജീവിതം ഉയർച്ചയെ പ്രാപിക്കുന്നത് ധർമാനുസൃതമാവുമ്പോഴാണ്. നിശ്രേയസത്തെ പ്രാപിക്കുന്നതും ധർമാനുസൃതമാവുമ്പോഴാണ്. ലോകത്തിൽ സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നതും എപ്പോഴാണ്? ധർമ്മം പുലരുമ്പോഴാണ്. അപ്പോൾ ഇതറിഞ്ഞാൽ സാധാരണ നമുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളത് അനുഷ്ഠിക്കേണ്ടതല്ലേ? അല്ലേ? ധർമ്മമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണം, വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള ഉയർച്ചയ്ക്കും കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ലോകം ധർമ്മത്തെ അനുഷ്ഠിക്കണം, വ്യക്തികൾ ധർമ്മത്തെ പരിപാലിക്കണം. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പറയുകയാണ്, ദീർഘേണ കാലേന അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് ഹീയമാന വിവേക വിജ്ഞാനഹേതുകേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ പ്രവർദ്ധമാനേ ച അധർമ്മേ ജഗതഃ സ്ഥിതിം പരിപിപാലയിഷുഃ സഹ ആദികർത്താ നാരായണാഖ്യഃ വിഷ്ണുഃ ഭൗമസ്യ ബ്രഹ്മണഃ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാദംശേന കൃഷ്ണഃ കില സംബഭൂവ. ഈ ഒരു ഭാഗത്ത് അവതാര തത്വത്തെയും കൂടി ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? ധർമ്മമാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുക എന്നറിഞ്ഞാലും എല്ലാവരും ധർമ്മത്തെ പിന്തുടരാത്തതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ധാർമ്മികരായിട്ട് ആളുകൾ ജീവിച്ച് വരികയാണെന്നുണ്ടെങ്കിലും തലമുറകൾ കഴിയുമ്പോൾ, കാലം മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ധർമാനുഷ്ഠാനം ചെയ്യുന്ന ആളുകളിൽ പതിയെ പതിയെ സ്വാർത്ഥതകൾ, പല വിധത്തിലുള്ള അത്യാഗ്രഹങ്ങളും സ്വാർത്ഥതകളുമൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യത ഉണ്ട്. ദീർഘേണ കാലേന എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന അതാണ്. കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്, ധർമാനുഷ്ഠാനം ചെയ്യുന്ന ആളുകളിൽ പതിയെ പതിയെ ഈ പറഞ്ഞ വിധത്തിൽ സ്വാർത്ഥതയും അതുപോലെ തന്നെ അത്യാഗ്രഹങ്ങളുമൊക്കെ ആവിർഭവിക്കുന്ന സമയത്ത് ധർമ്മം അധർമ്മത്തിന് വഴിമാറിക്കൊടുക്കും. അധർമ്മമാവും പിന്നെ ഉയർന്നു നിൽക്കുന്നത്. വിവേകവിജ്ഞാനങ്ങളൊക്കെ പതിയെ പതിയെ ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്ഷയിക്കുന്നതിനനുസരിച്ച് അഭിഭൂയമാനേ ധർമ്മേ, ധർമ്മം അഭിഭവം ചെയ്യപ്പെടും. പ്രവർദ്ധമാനേ ച അധർമ്മേ, അധർമ്മമാവട്ടെ വർദ്ധിക്കാനും ഇടവരും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത്, അധർമ്മം ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തുന്ന സമയത്ത്, ആ അധർമ്മത്തിൽ ധർമ്മം പാടെ അങ്ങോട്ട് നശിച്ചു പോവുമോ, അഥവാ ലോകം പാടെ നശിച്ചു പോവുമോ എന്ന് ചോദിച്ചാൽ പറയുകയാണ് ഒരിക്കലുമില്ല. പിന്നെയോ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലൊരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു ശക്തി ആവിർഭവിച്ചേ തീരൂ. ആരാണ് ആ ശക്തിയായിട്ട് ആവിർഭവിക്കുന്നത്? മറ്റാരുമല്ല, ഈ പ്രപഞ്ചം ഏതൊരു ഈശ്വരനിൽ നിന്നാണോ ആവിർഭവിച്ചിട്ടുള്ളത്, ആ ഈശ്വരൻ തന്നെ പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ജന്മത്തെ സ്വീകരിക്കും. ഭഗവാൻ തന്നെ അതിൻ്റെ ആ ഒരു ദൗത്യം ഭഗവാൻ തന്നെ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതത് കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള വിധത്തിൽ ഞാൻ ജന്മത്തെ സ്വീകരിക്കും. ഇവിടെ ഈ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴാണ് ആവിർഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദ്വാപരയുഗത്തിലാവട്ടെ എങ്ങനെയാണ് ആ ഒരു ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ആവിർഭാവം എവിടെയാണ് ഉണ്ടായത്? പറയാണ്, ദേവക്യാം വസുദേവാദംശേന, ദേവകിയിൽ വസുദേവരുടെ അംശം കൊണ്ട് അവതാര കൃത്യം ഭഗവാൻ നിർവഹിച്ചിട്ടുള്ളത് ദേവകിയെയും വസുദേവരെയും നിമിത്തമാക്കിക്കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പം അതാണ് ദേവക്യാം വസുദേവാദംശേന കൃഷ്ണ സംബഭൂവ, കൃഷ്ണൻ ഭവിച്ചു, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ കൃഷ്ണ കില സംബഭൂവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കില എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്, അല്ലേ? കൃഷ്ണൻ സംഭവിച്ചു പോൽ എന്നാണ് പറയുന്നത്.
കൃഷ്ണൻ അവതരിച്ചു പോൽ. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? ജഗതഃ സ്ഥിതിം പരിപിപാലയിഷുഹു. ഈ ജഗത്തിൻ്റെ സ്ഥിതി, നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിനെ ഇച്ഛിക്കുന്നവനായിട്ട്, എന്ന് വെച്ചാൽ ഈ ജഗത്തിലുള്ള കൃപ കൊണ്ട് ജഗത്തിൻ്റെ നിലനിൽപ്പിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആരാണ് ഈ അവതാരം സ്വീകരിക്കുന്നത്? പറയാണ് സഹ ആദികർത്ത നാരായണാഖ്യ ഭഗവാൻ വിഷ്ണുഹു. ആ നാരായണൻ എന്ന് പേരുള്ള, ഏത് നാരായണനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആവിർഭവിച്ചു എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്? ആ നാരായണൻ എന്ന് പേരുള്ള ഭഗവാൻ നാരായണാഖ്യ വിഷ്ണുഹു. ആ നാരായണൻ ആരാണ്? സർവവ്യാപിയായിട്ടുള്ളവനാണ്, വിഷ്ണുവാണ്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം ഏതൊരു ഈശ്വരനിൽ നിന്നാണ് ആവിർഭവിച്ചിട്ടുള്ളത്? ആ ഭഗവാൻ എന്തു ചെയ്യും? ഭൗമസ്യ ബ്രഹ്മണഃ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ഈ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ബ്രഹ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു അവതാരത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് കൃഷ്ണൻ സംഭവിച്ചു പോൽ എന്ന് പറയുന്നത്? കൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, കൃഷ്ണൻ ജനിച്ചു പോൽ എന്ന് പറയേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യം. അവിടെയാണ് ഭഗവാൻ നമുക്ക് നേരത്തെ മറുപടി തന്നത്. അജോപി സൻ നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ എന്നുള്ള വരികളിൽ. അതായത് എൻ്റെ മായയെ സ്വവശത്തിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ജന്മം എടുത്തവനെ പോലെ ഭവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വാസ്തവത്തിൽ ഞാനൊരു ജന്മം സ്വീകരിക്കുന്നില്ല. ഇത് ഭഗവാൻ ഭഗവത്ഗീതയിലുടനീളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ജന്മസ്വീകരണം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജീവൻ ഞാൻ ഇന്ന സമയത്ത് ജനിച്ചു, അല്ലെങ്കിൽ ഇന്ന ഭാവത്തിൽ ഞാൻ കഴിയുന്നു, ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള അഭിമാനത്തോട് കൂടിയിട്ടാണ് സാധാരണ ജീവന്മാർ കഴിയുന്നത്. പക്ഷെ ഭഗവാനാവട്ടെ തൻ്റെ ആ ഒരു സ്വരൂപബോധത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സംഘവുമില്ലാതെ, ഈ ശരീര ഉപാധിയുമായിട്ടൊരു വിധത്തിലുള്ള സംഘവുമില്ലാതെ ജനിച്ചവനെ പോലെ ആ സ്വരൂപ ബോധത്തിന്, വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും തന്നെ ജനനമോ മരണമോ ഇല്ല, ഒരിക്കലും ജനന മരണഭാവങ്ങൾ സംഭവിക്കാത്ത സ്വരൂപമാണ് എൻ്റെത് എന്നുള്ള ബോധത്തിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ശരീരം സ്വീകരിച്ചവനെ പോലെ നമ്മളുടെ ഇടയിൽ വന്നു ഭവിച്ചിരിക്കുകയാണ്. ആ ശരീരത്തിൽ കഴിയുമ്പോഴും ആ ശരീരവുമായിട്ട് യാതൊരു വിധത്തിലുള്ള സംഘവും തന്നെ ഉള്ളിലില്ല. ഏതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാൻ മായികമായിട്ട് കാണുന്നുവോ അതുപോലെ തന്നെയാണ് ആ ശരീരത്തെയും ഭഗവാൻ കാണുന്നത്. അതുപോലെ തന്നെ മാത്രമേ ഉള്ളൂ ഈ ശരീരത്തിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഭഗവാനുള്ള ഭാവവും. ഭഗവാനും എന്ത് പറയുന്നുണ്ട്? ഞാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഞാൻ അർജുന നിനക്ക് ഉപദേശിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന സച്ചിദാനന്ദ പരമാത്മാവിൻ്റെ തലത്തിലല്ല ഭഗവാൻ ഞാൻ ഉപദേശിക്കുന്നു എന്ന് പറയുന്നത്. ആ തലത്തിൽ ഉപദേശവുമില്ല, ഉപദേശം സ്വീകരിക്കുന്ന ആളുമില്ല. അതുകൊണ്ട് ആ ഒരു തലത്തിൽ ഇരുന്നിട്ടല്ല ഭഗവാൻ ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു എന്ന് പറയുന്നത്. മറിച്ച് ശരീരവാനാണ് ഞാൻ എന്നുള്ള ഭാവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് പറയുമ്പോഴും ഈ ശരീരത്തിൽ കഴിയുന്നവനാണ് ഞാൻ എന്നുള്ള പരിമിത ഭാവം ഭഗവാനുണ്ടോ? അതാണ് സാധാരണ ജീവങ്ങളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ജീവങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഈ ശരീരവുമായിട്ടുള്ള തൻ്റെ ബന്ധം സത്യമാണ്, ഈ ശരീരത്തിൽ ഇരിക്കുന്നവനാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഭഗവാൻ ആ ഒരു ഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് വ്യവഹരിക്കുമ്പോഴും ഭഗവാൻ അറിയാം എന്ത്? ഞാൻ
ഇതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തവനാണ്. അഥവാ ഇതെല്ലാം ആയിട്ടുള്ളവനാണ്. രണ്ട് വിധത്തിൽ പറഞ്ഞാലും ശരി തന്നെ. ഈ ഒരു ആശയത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ് അഖില എന്നുള്ള പ്രയോഗം. ദേവക്യാം വസുദേവാദി അംശേന കൃഷ്ണ കില സംബഭുവ. കൃഷ്ണൻ സംഭവിച്ചു പോൽ. കൃഷ്ണൻ സംഭവിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ജന്മത്തെ സത്യമായിട്ട് അംഗീകരിച്ചതുപോലെയായി. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? കൃഷ്ണൻ സംഭവിച്ചു പോൽ എന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ ഈ ഒരു എന്താ പറയുക മായികമായിട്ടുള്ള ജന്മ സ്വീകരണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ്. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്, സച്ച ഭഗവാൻ ജ്ഞാന ഐശ്വര്യ ശക്തി ബലവീര്യ തേജോഭിഹി സദാ സമ്പന്നഃ ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിം വശീകൃത്യ അജഃ അവ്യയഃ ഭൂതാനാം ഈശ്വരഃ നിത്യശുദ്ധബുദ്ധമുക്ത സ്വഭാവഃ അപി സൻ സ്വമായയാ ദേഹവാൻ ഇവ ജാതഃ ഇവ ച ലോകാനുഗ്രഹം കുർവൻ ഇവ ലക്ഷ്യത്തെ. ആ ഭഗവാൻ ജ്ഞാന ഐശ്വര്യ ശക്തി ബലവീര്യ തേജോഭിഹി സദാ സമ്പന്നഃ. പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, ശക്തി, ബലം, വീര്യം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളാൽ പൂർണ്ണനായിരിക്കുന്ന ആ ഒരു ഭഗവാൻ എന്തു ചെയ്തു? വൈഷ്ണവിയായിട്ടുള്ള തൻ്റെ ത്രിഗുണാത്മികയായിട്ടുള്ള മായയെ, ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിയും, ഇവിടെ ഒരുപാട് വാക്കുകളെ കൊണ്ട് പ്രകൃതിയെ വിശദീകരിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യസ്വാമികൾ. എന്നിട്ട് പറയാണ് ആ മായയെ വശീകരിച്ചിട്ട്. ഈ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6-ാം ശ്ലോകത്തിൻ്റെ ഒരു അനുവാദമാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. നേരിട്ടുള്ള ഒരു അനുവാദമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഈശ്വരൻ മൂലപ്രകൃതിയും വശീകരിച്ചിട്ട് അജഹ അവ്യയഃ ഭൂതാനാം ഈശ്വരഃ, അജനും അവ്യയനും ഭൂതങ്ങളുടെ മുഴുവനും ഈശ്വരനും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവഃ അപിസൻ, നിത്യശുദ്ധനും നിത്യബുദ്ധനും മുക്തനും അങ്ങനെയുള്ള സ്വഭാവത്തോടൊത്തവരാണെന്നിരിക്കലും സ്വമായയാ സ്വന്തം മായയുടെ കാരണം കൊണ്ട് സ്വമായാവശാൽ ദേഹവാൻ ഇവ ദേഹവാനെ പോലെ, ജാതഃ ഇവ ജനിച്ചവനെ പോലെ, ലോകാനുഗ്രഹം കുർവൻ ഇവ ലോകാനുഗ്രഹം ചെയ്യുന്നവനെ പോലെ ലക്ഷ്യത്തെ. അപ്പോൾ അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അർജുനൻ മായയ്ക്ക് അധീനനായിട്ട് വന്ന് ജനിച്ചിരിക്കുന്നവനാണ്. പക്ഷേ ഭഗവാനാവട്ടെ മായയെ തൻ്റെ വശത്തിൽ വെച്ചുകൊണ്ട് ജന്മം സ്വീകരിച്ചവനാണ്. ഒന്ന് അവശമായിട്ട് സംഭവിച്ചിട്ടുള്ള ജന്മമാണ്, മറ്റേതാവട്ടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള ജന്മമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേത്. അപ്പം ഭഗവാന്റെ ഇവിടെയുള്ള ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ, അർജുനൻ്റെ സംശയം തീർത്തു കൊടുക്കണമല്ലോ. അല്ലയോ ഭഗവാനെ, എങ്ങനെയാണ് ഈ എൻ്റെ സമകാലീനനായിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് പണ്ട് വിവസ്വാൻ ഉപദേശിച്ചു എന്ന് പറയുന്നത്? അതിൻ്റെ സംശയം അർജുനന് തീർത്തും മാറണം എന്നുണ്ടെങ്കിൽ എപ്പം മാത്രമേ പൂർണ്ണമായിട്ടും ആ സംശയം അർജുനന് മാറാൻ പോകുന്നുള്ളൂ? ഭഗവാൻ ഏത് ദൃഷ്ടിയിലാണോ വർത്തിക്കുന്നത് അതേ ദൃഷ്ടി അർജുനനും കൈവരണം. അങ്ങനെ ഒരു ദൃഷ്ടി കൈവന്നെങ്കിൽ മാത്രമേ അർജുനൻ്റെ സംശയം പൂർണ്ണമായിട്ട് നീങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദൃഷ്ടി അർജുനന് ആ ഒരു ദൃഷ്ടി ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അർജുനനെ മുൻനിർത്തിയിട്ട് സർവ്വലോകത്തിനും ഉപകാരത്തെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗീത പഠിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അർജുനന് ഏത് ദൃഷ്ടിയാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ ദൃഷ്ടി പഠിക്കുന്നവർക്കും ഈ ഭഗവത്ഗീത പഠിക്കുന്നവർക്കും കൈവരിക്കാൻ സാധിക്കും. നമ്മൾ ആ ഒരു ഭാവത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ഉപദേശത്തെ നമ്മൾ വേണ്ടതുപോലെ ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഏത് വിധത്തിൽ ഭഗവാൻ
ദേഹവാനെ പോലെ ജനിച്ചവനെ പോലെ ഭവിച്ചിരിക്കുകയാണോ? അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഭഗവാന്റെ ഉപദേശപ്രകാരം തന്നെ ഓരോരോ ജീവന്മാരുടെയും അവസ്ഥ അത് തന്നെയാണ്. 2-ാം അധ്യായത്തിൽ ഈ ഒരു വിഷയം വിസ്തരിച്ചു ഭഗവാൻ ഉപദേശത്തിൻ്റെ ആദ്യ ഭാഗത്ത്. അല്ലയോ അർജുന, നീ ദുഃഖിക്കുന്നത് വ്യർത്ഥമായിട്ടാണ്. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ അവകാശമില്ലയോ അവരെ ഉദ്ദേശിച്ചിട്ടാണ് നീ ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞു. നീ ഇവരൊക്കെ മരിച്ചു പോവല്ലോ, ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയിട്ടുള്ളവര് ഞാൻ ഹേതുവായിട്ട് കൊല്ലപ്പെടുമല്ലോ, ഇല്ലാതെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നീ ദുഃഖിക്കുന്നത്. പക്ഷേ വാസ്തവം എന്താണ്? ഞാനാവട്ടെ, നീയാവട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരാവട്ടെ, ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല, നാളെ ഇല്ലാതെയാവും എന്നുള്ളതും ഇല്ല. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഇതാണ് സത്യം എന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ അത് മതി അല്ലേ? ഗീതാ താല്പര്യം മുഴുവനും ഗ്രഹിക്കുന്നതിന് നമുക്ക് ആ ഒരൊറ്റ ശ്ലോകം മതി. എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഞാനോ നീയോ ഇവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരോ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല, നാളെ ഇല്ലാതാവും എന്നുള്ളതും ഇല്ല. പക്ഷെ അർജുനൻ വിചാരിക്കുന്നത് എന്താണ്? ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല, നാളെ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ള ബോധമാണ് അർജുനന് തന്നെ കുറിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ചിട്ടുള്ള, സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് നമ്മളെക്കുറിച്ച് അറിയണത്. നമ്മൾ ആരാണ്, എന്താണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രേഖകളൊക്കെ പൂരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അല്ലേ? ഇന്ന തീയതിയിൽ ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, രേഖയുടെ ഏറ്റവും വലിയ പ്രാമാണികത പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്ന ദിവസമാണ് ജനിച്ചത് എന്നുള്ളതാണ്. അപ്പം ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിൻ്റെ അപേക്ഷയിൽ ആ ഒരു ശരീരത്തിൻ്റെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അതേ മനസ്സിലാക്കലോട് കൂടിയിട്ടിരിക്കുന്ന ആളാണ് അർജുനനും. അങ്ങനെ ഇരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുകയാണ്, നീ ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല, നീ ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല. എന്തൊരു വലിയ എന്തൊരു വിധത്തിലുള്ള പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. നീ ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം എൻ്റെ ജനന തീയതിയോ, ഞാൻ ഇന്ന ദിവസം ജനിച്ച ആളല്ലേ ഭഗവാനെ, അപ്പം അതിന് മുന്നേയും ഞാൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? പക്ഷെ പറയുന്നത് ഭഗവാനാണെന്നുള്ളത് കൊണ്ട് പ്രസ്താവന തെറ്റാൻ നിവൃത്തിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? അർജുനൻ തന്നെ ഞാൻ എന്ന് മനസ്സിലാക്കുന്നത് പോലെയല്ല ഭഗവാൻ മനസ്സിലാക്കുന്നത്. നീ ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല, നീ ഉണ്ടായിരുന്നു തന്നെ, നീ എപ്പോഴും ഉണ്ടായിരുന്നു തന്നെ എന്ന് ഭഗവാന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അർജുനനെ മനസ്സിലാക്കുന്നതിനപ്പുറത്തുള്ള ഒരു ദൃഷ്ടി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഭഗവാൻ അത് പറയുന്നുണ്ടാവുക. അതേതാണ് ആ ദൃഷ്ടി? ശരീരത്തിൻ്റെ അപേക്ഷയിലാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന ദിവസം ജനിച്ചയാളാണ്, അപ്പം എനിക്കൊരു ആദി ഉണ്ട്, അതിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് വരണമെന്ന് വെച്ചാൽ ഈ ശരീരത്തിൻ്റെ അപേക്ഷയിലാവരുത് ഭഗവാൻ പറയുന്നത്. പിന്നെ ഏതാണ് ഞാൻ? അതുപോലെ തന്നെ നീ ഉണ്ടാവാതെ ആവുകയില്ല എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ അപേക്ഷയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ശരീരത്തിൻ്റെ അപേക്ഷയിൽ പറഞ്ഞാൽ എന്താണ്? മരണം സുനിശ്ചിതമാണ് ഈ ശരീരത്തിന്. ജനിച്ചാൽ അല്ലേ, മരണം സുനിശ്ചിതമാണ്, ശരീരം ഇല്ലാതെ ആവുകയും ചെയ്യും. അപ്പം അവിടെയും ഈ ശരീരത്തിൻ്റെ അപേക്ഷയിലല്ലാതെ മറ്റൊരു ദൃഷ്ടി ഭഗവാനുണ്ട് അർജുനനെ കുറിച്ച്. ആ ഒരു സ്വരൂപത്തിലേക്ക് പിന്നീട് ഭഗവാൻ അർജുനൻ്റെ ബോധത്തെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് വേണ്ട
അറിവുകൾ മുഴുവനും അർജുനന് നൽകുകയാണ് ആ 2-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അർജുനൻ ശരീരബോധത്തിൽ, ശരീരത്തിൻ്റെ തലത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധിയോട് കൂടിയിട്ടിരിക്കുകയാണ്. അവിടുന്ന് അർജുനൻ്റെ ആ ഒരു ബോധതലത്തെ പതുക്കെ പതുക്കെ സൂക്ഷ്മമാക്കി അല്ലേ, അതും യുക്തികളെ ഉപയോഗിച്ചിട്ട്. അർജുനൻ ഭഗവാൻ വെറുതെ ഉപദേശിച്ചത് കൊണ്ട് മാത്രം ഭഗവാന് വെറും ഉപദേശം കൊണ്ട് മാത്രം അർജുന നീ ശരീരമല്ല എന്നും വെറുതെ പറഞ്ഞത് കൊണ്ട് മാത്രം അർജുനൻ അത് ബോധിക്കാൻ സാധിക്കില്ല. അപ്പം അതെങ്ങനെ ഈ ശരീരത്തിന് അപ്പുറത്ത് എന്ത് അസ്തിത്വമാണ് തനിക്കുള്ളത് എന്ന് അർജുനന് ബോധിക്കാൻ സാധിക്കണം. അവിടെ ഉദാഹരണമായിട്ട് ദേഹിനോസ്മിൻ യഥാ ദേഹേ തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിനുവേണ്ട യുക്തിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ പല പല അവസ്ഥകൾ മാറി വരുമ്പോൾ മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട്. ആ മാറാതെ നിൽക്കുന്ന യാതൊരു ഞാനെന്നുള്ള ഭാവമുണ്ടോ, ആ ഞാനെന്നുള്ള ബോധമുണ്ടോ, ആ ബോധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നിനക്ക് ഞാൻ എന്ന് പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കും ജനനമോ മരണമോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നീയും ഞാനും മാത്രമല്ല, നമുക്കെന്തോ വിശിഷ്ടമായിട്ടുള്ള ജന്മല്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും, ഇനി ഗീത കേൾക്കാൻ പോകുന്ന ഓരോരുത്തരും, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും തന്നെ, എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് അല്ലേ. അതുകൊണ്ട് പക്ഷേ കേൾക്കാത്തവരായാലും കേട്ടുകൊണ്ടിരിക്കുന്നവരായാലും അല്ലേ, ഇനി ഗീതയെ കേൾക്കാത്തവരായാലും തിരക്കേടില്ല. ഈ വസ്തുത മാറാൻ പോകുന്നില്ല. ഏത് വസ്തുത? ഏതാണ് ആ വസ്തുത? നശിക്കാത്ത സ്വരൂപമാണ്. ജനനമോ മരണമോ ഇല്ലാത്ത സ്വരൂപമാണ് അർജുന എൻ്റെതും നിൻ്റെതും എന്ന് വേണ്ട സർവ്വജീവജാലങ്ങളുടേതും. വാസ്തവത്തിൽ ജനിക്കുന്നില്ലേ ചോദിച്ചാൽ ജനിക്കുന്നുണ്ട്. എന്താ ജനിക്കുന്നത്? പക്ഷേ ശരീരം ജനിക്കുന്നു. ആ ശരീരവുമായിട്ടുള്ള ഒരു താതാത്മ്യം അല്ലേ, താതാത്മ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കർമ്മങ്ങളെയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഭഗവാൻ ഇവിടെ പറയാൻ ആ താതാത്മ്യം എന്നുള്ളതുണ്ടല്ലോ, അതൊരു എന്താ പറയുക, അതൊരു തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ ആ കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെയൊക്കെ സാക്ഷിയായിട്ട് കാണുന്ന ബോധമാണ് സ്വരൂപം. സംശയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നുള്ള സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവണോ? ആ സംശയത്തെയും അറിയുന്ന ഒരു ബോധം നമ്മളിൽ. സംശയം ഉണ്ടായിക്കോട്ടെ, നല്ലതാ, കുഴപ്പമില്ല. ഇപ്പം ചിലർ പറയാണ് ഇതൊന്നും മനസ്സിലാവണില്ല, എന്നാലും കുഴപ്പമില്ല. ആത്മജ്ഞാനത്തിന് ഇതൊന്നും തടസ്സമല്ല, ഇതൊന്നും മനസ്സിലാവേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നില്ല എന്നറിയുന്ന ബോധത്തിലേക്ക് നമുക്ക് നമ്മളുടെ ദൃഷ്ടിയെ ഉയർത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാവണില്ല എന്ന് നമ്മുടെ ബുദ്ധിയിൽ ഇതൊന്നും ഗ്രഹിക്കണില്ലല്ലോ, ഇതൊന്നും അറിയാൻ പറ്റണില്ലല്ലോ, ആകെ ആശയക്കുഴപ്പമാണല്ലോ ഉണ്ടാവണത് എന്നുള്ള ബോധത്തെ അറിയുന്ന അല്ലേ, എന്നുള്ള ആ ഒരു വൃത്തിയെ അറിയുന്ന ഒരു ബോധമുണ്ട്. എല്ലാ ആശയക്കുഴപ്പമാണല്ലോ എന്നുള്ളത് നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വൃത്തിയാണ്. ആ വൃത്തിയെയും അറിയുന്ന ഒരു ബോധമായിട്ട് ആരിയ്ക്കുന്നു? ആരാണ് ആകെ ആശയക്കുഴപ്പമാണല്ലോ ആവുന്നല്ലോ എന്ന് ആരാ പറയുന്നത്? ഈ പറഞ്ഞതൊക്കെ എല്ലാം മനസ്സിലായെങ്കിൽ നല്ലത്, ആയിട്ടില്ലെങ്കിലും നല്ലത്. പക്ഷെ അത് ആര് പറയുന്നു? മനസ്സിലായി എന്ന് ആരാ തീരുമാനിക്കുന്നത്? അടുത്തിരിക്കുന്ന ആളാണോ എനിക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ആണോ? അല്ല അല്ലേ, ഞാൻ അറിയുന്നു. ആ ഞാൻ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഉറങ്ങുമ്പോഴും ആ ബോധം ഉണർന്നിരിക്കുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഏതായാലും ശരി, അറിയുന്നില്ല അല്ലെങ്കിൽ ആശയക്കുഴപ്പമാവണം എന്നുള്ള വൃത്തിയെ പോലും അറിയുന്ന ബോധമായിട്ട് ഞാൻ നിലകൊള്ളുന്നു. ആ ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് അഹം എന്നുള്ള ബുദ്ധിയെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ പിന്നെ ഭഗവാൻ പറയുന്നത് നമുക്കെന്താണ്? ആത്മാനുഭവമാണ്.
പിന്നെ നിനക്ക് നത്യേവാഹം ജാതുനാസം നത്യം നേമേ ജനാധിപാഹ എന്ന് തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ നമുക്ക് അനായാസമായിട്ട് അല്ലെ, അയത്ന ലളിതമായിട്ട് നമ്മൾ ഗ്രഹിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ജന്മകർമ്മചമേ ദിവ്യമേവം യോ വേത്തി തത്വതഃ. എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് ആരാണോ താത്വികമായിട്ട് അറിയുന്നത്, താത്വികമായിട്ട് എൻ്റെ ജന്മത്തെക്കുറിച്ച് അറിഞ്ഞാൽ, കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അയാളും എന്തായിട്ട് തീരുന്നു, എന്നെ പ്രാപിക്കുന്നു. പിന്നെ അയാൾക്ക് ജന്മം ഉണ്ടാവണില്ല, അയാൾ എന്നെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അയാൾ ആരായി? ജീവൻ മുക്തനായി എന്നർത്ഥം. ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന എന്നാണ്. ഈ ദേഹം ഉപേക്ഷിച്ചാൽ പിന്നെ അയാൾ പുനർജനിക്കുന്നില്ല, അയാൾ എന്നെ പ്രാപിക്കുന്നു. അതൊരു പ്രയോഗമാണ് എന്ന് നമുക്കറിയാം, അതൊരു സാങ്കേതികമായിട്ടുള്ള പ്രയോഗമാണ്. എന്ത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്നില്ല എന്ന് പറയുന്നത്. ആർക്കേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനം ഇല്ലാണ്ടിരിക്കൂ? ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച എന്നാണല്ലോ അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ജനിക്കുകയും ചെയ്യും, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുകയും ചെയ്യും. പിന്നെ ആർക്കേ ദേഹം ഉപേക്ഷിച്ചാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ലാത്തതുള്ളൂ? സാധാരണ ശരീര അഭിമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ മരിച്ചു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവഭാവത്തിലാണ് നമ്മൾ മരിച്ചു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, വീണ്ടും വേറെ ശരീരം എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പം മരിച്ചിട്ട് പിന്നെ തിരിച്ചു വരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആർക്കേ അത് സാധിക്കുള്ളൂ? എനിക്ക് മരണമില്ല എന്നുള്ള ബോധം ആർക്കാണോ ജീവിച്ചിരിക്കുമ്പം തന്നെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അവർക്ക് മാത്രമേ പുനർജന്മം എന്നുള്ളത് ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ദേഹം ഉപേക്ഷിച്ചിട്ട് പിന്നെ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദേഹം ഉപേക്ഷിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അയാൾക്ക് ഈ ബോധം കൈവന്നു കഴിഞ്ഞു എന്നാണ് ഭഗവാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശരീര താതാത്മ്യത്തോട് കൂടിയിട്ട് ഭഗവാനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചോട്ടെ. അങ്ങനെ മനസ്സിലാക്കിയാൽ അല്ലേ, ദേഹവാനായിട്ട് ഭഗവാനെ മനസ്സിലാക്കിയാൽ, ഈ ലോകത്തിൽ അവതരിച്ച് പലവിധത്തിലുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ച് കഴിഞ്ഞ ഒരു ഭാവത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയാൽ ഈ ഒരു ഭഗവാൻ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ പറയുന്ന ഈ ഒരു പ്രയോജനം നമുക്കുണ്ടാവുമോ? നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും. ആ ഭഗവാനെ നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും. ദേഹവാനായിട്ട് രൂപത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂജിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, കീർത്തനങ്ങൾ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും, ഭക്തി ഉണ്ടാവും. പക്ഷേ ഭഗവാനെ താത്വികമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അഥവാ ആ ഒരു ജീവൻ മുക്തിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ ആ ഒരു കൃതാർത്ഥതയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് നമുക്ക് ശരിക്കും പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ താത്വികമായിട്ട് അറിയണം. എന്താണ് ഈ താത്വികമായിട്ടുള്ള അറിയൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ഭഗവാൻ ദേഹവാനെ പോലെ ഭവിച്ചത് മാത്രമാണ്. വാസ്തവത്തിൽ ഒരു ശരീരം എടുത്തിട്ട് ആ അഭിമാനത്തോട് കൂടിയിട്ട് കഴിഞ്ഞതല്ല. അതുപോലെ തന്നെ ആണ് വാസ്തവത്തിൽ തൻ്റെയും സ്വരൂപം. പക്ഷേ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഭഗവാന് താതാത്മ്യമില്ല, ജീവന്മാർക്ക് താതാത്മ്യമുണ്ട്. ആ താതാത്മ്യം വാസ്തവമല്ല എന്ന് ബോധിക്കാനുള്ള കഴിവും ജീവന്മാർക്കുണ്ട്. ഭഗവാന് സ്വതവേ താതാത്മ്യമില്ല, ജീവന്മാർക്ക് താതാത്മ്യമുണ്ട്. നമുക്കെല്ലാവർക്കും ശരീരവുമായിട്ടുള്ള താതാത്മ്യമുണ്ട്. സാധാരണഗതിയിലാണ് പറയണത്. ഇവിടെ ജീവൻ മുക്തന്മാരുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടല്ല പറയണത്, മനസ്സിലായില്ലേ? അല്ലാത്ത നിലയ്ക്ക് എന്താണ്? താതാത്മ്യമുണ്ട്. അപ്പം താതാത്മ്യം ഉണ്ടെങ്കിലും, താതാത്മ്യമുള്ളപ്പോൾ എങ്ങനെയാണ് പറയാൻ പറ്റുക? ഞാൻ ജനിച്ചിട്ടില്ല, മരിക്കണില്ല, ശരീരമായിട്ട് ബന്ധമില്ല, ഞാൻ കർത്തൃത്വമില്ലാത്തവനാണ്, ഭോക്തൃത്വം ഇല്ലാത്തവനാണ് എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുക താതാത്മ്യമുള്ള ഘട്ടത്തിൽ?
അപ്പം അവിടെ പറയുന്നത് ഈ താദാത്മ്യം എന്നുള്ളത് എന്തല്ല, ശരിയല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. വാസ്തവത്തിൽ സ്വരൂപം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ഏതുപോലെയാണോ ഭഗവാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്നത്, ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ആത്മഭാവത്തിൽ, ഓരോ ജീവന്റെയും ഉള്ളിൽ ആത്മഭാവത്തിൽ ഇരിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. അപ്പം ഇതുപോലെ ആ ഈശ്വരനൊന്നുമായിട്ടും സംഘമില്ലയോ, അതുപോലെ ഈ ആത്മസ്വരൂപത്തിനും ഒന്നുമായിട്ടും സംഘമില്ല. ഇതറിഞ്ഞാലോ ത്യക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഹം ഉപേക്ഷിച്ചിട്ട് പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. പിന്നെ എന്താ പ്രാപിക്കുന്നത്? മാം ഏതി, എന്നെ പ്രാപിക്കുന്നു. അതൊരു സാങ്കേതികമായിട്ടുള്ള പ്രയോഗമാണെന്ന് പറഞ്ഞു. ഭഗവാനെ പ്രാപിക്കാൻ ഭഗവാൻ വേറെ എവിടെയോ ഇരിക്കുന്ന ആളല്ല, അല്ലേ? ഭഗവത് സ്വരൂപമാണെന്ന് സ്വയം തിരിച്ചറിയുന്നതിനെയാണ് ഇവിടെ എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഹം ഉപേക്ഷിച്ചിട്ട് പുനർജനിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ദേഹം ഉപേക്ഷിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് മനസ്സിലാക്കണം? ഞാൻ ദേഹവാനല്ല എന്നുള്ള ബോധം ഉള്ള ആൾക്ക് മാത്രമേ ദേഹം ഉപേക്ഷിച്ചിട്ട് പുനർജനിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ജന്മത്തിൻ്റെ വാസ്തവം. ഈ അവതാരത്തെ സ്വീകരിച്ചിരിക്കുന്നതാവട്ടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ശരീരഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നതാവട്ടെ ലോകത്തിൽ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്ന സമയത്ത് ആ ധർമ്മ സംസ്ഥാപനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, യഥാ യഥാ എപ്പോഴെപ്പോഴാണോ ധർമ്മസ്യ ധർമ്മത്തിന് ഗ്ലാനിഹി ഭവതി, ഗ്ലാനി മങ്ങൽ സംഭവിക്കുന്നത്, അഭ്യുത്ഥാനം അധർമ്മസ്യ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അധർമ്മത്തിന് അഭ്യുത്ഥാനം സംഭവിക്കും, അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കും. അഭ്യുത്ഥാനം പറഞ്ഞാൽ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ഉയർച്ച, അഭ്യുത്ഥാനം പറഞ്ഞാൽ വർദ്ധിച്ച ഉയർച്ച സംഭവിക്കും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തദാത്മാനം എന്നുള്ള എന്താണ്? തദാ ആത്മാനം, ആത്മാനം സൃജാമി, ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു, സൃജാമി സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ശരീരഭാവത്തോട് കൂടിയിട്ട് ഞാൻ ഭവിക്കുന്നു എന്നർത്ഥം. തഥാ ആത്മാനം സൃജാമി പറഞ്ഞാൽ ആത്മാവിനെ സൃഷ്ടിക്കുകയല്ലോ, ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒരു ശരീരഭാവത്തെ സ്വീകരിക്കുന്നു. തഥാ ആത്മാനം സൃജാമ്യഹം. എന്തിനു വേണ്ടിയിട്ട്? പരിത്രാണായ സാധൂനാം, സാധുജനങ്ങളെ പരിത്രാണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതന്മാരെ ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് മനഃപരിവർത്തനത്തിലൂടെ ദുഷ്കൃതന്മാരെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ ഒരു ഭാഗത്ത് പരിശ്രമിക്കും, അല്ലേ? സാമദാന ഭേദ ദണ്ഡം, അവസാന ഘട്ടത്തിലാണ് ദണ്ഡം എന്നുള്ളത് പ്രയോഗിക്കുന്നത്. ആ ഘട്ടത്തിലാണ് യുദ്ധവും നിഗ്രഹവും ഒക്കെ വരുന്നത്. അതിന് മുന്നേ എന്താ സംഭവിക്കുന്നത്? മറ്റു ഉപായങ്ങളിലൂടെ ധർമ്മ ബുദ്ധി ഉപദേശിച്ചു നോക്കും, കുറേ ക്ഷമിച്ചു നോക്കും, അല്ലേ? ശിശുപാലനോടൊക്കെ കുറേ പ്രാവശ്യം ക്ഷമിച്ചു. അവസാനം നിവൃത്തിയില്ല എന്ന് വരുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യണത്? തൻ്റെ ആ ഒരു അക്ഷരാർത്ഥത്തിലുള്ള നിഗ്രഹം പ്രയോഗിക്കുന്നത്. അപ്പം നിഗ്രഹത്തിനൊരു സ്ഥാനമുണ്ട്, അല്ലേ? അത്രയും ദണ്ഡം ചില സ്ഥലത്ത് പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ശരി, അങ്ങനെ സാധുജനങ്ങളെ രക്ഷിക്കുന്നതിനും ദുഷ്കൃതന്മാരെയൊക്കെ നശിപ്പിക്കുന്നതിനും ഇതിലൂടെ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സംഭവാമി യുഗേ യുഗേ, ഇത് വളരെ ചർച്ച ചെയ്യപ്പെടാറുള്ളതാണല്ലേ. ഓരോ യുഗം തോറും ഭഗവാൻ സംഭവിക്കുന്നു, യുഗേ യുഗേ. അപ്പോൾ കൃതയുഗ ത്രേതായുഗത്തിൽ രാമനായിട്ട് അവതരിച്ചു, ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് അവതരിച്ചു, ഇനി അടുത്ത അവതാരം ഏതാണ് വരാൻ പോകുന്നത്? കൽക്കി, അല്ലേ? കലിയുഗത്തിൽ. അതെപ്പോഴാണ് സംഭവിക്കുക? ചിലരൊക്കെ അവതരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അർത്ഥം നമ്മൾ എടുക്കണ്ട, ഓരോ യുഗത്തിലും എന്നുള്ള അർത്ഥം എടുക്കണ്ട. എപ്പോഴൊക്കെ ആവശ്യമാണോ അപ്പോൾ ഭഗവാൻ ആവിർഭവിക്കുന്നു എന്നർത്ഥം മനസ്സിലാക്കിയാൽ മതി. എത്ര കാലത്തോളം ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ധർമ്മത്തെ മാനിക്കുന്ന ധർമ്മബോധമുള്ള ആളുകൾ ഇത്രയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അത്ര കാലം വരെ ഭഗവാൻ ക്ഷമിക്കും. ഭഗവാൻ എന്ത് ചെയ്യും? ആ ധർമ്മബോധമുള്ള ആളുകളിലൂടെ പ്രവർത്തിക്കും. മനസ്സിലായില്ലേ?
പക്ഷെ ഒരു നിവൃത്തിയില്ല എന്ന് വരുന്ന ഘട്ടത്തിലാണ് ഈ ഭഗവാൻ സ്വയമേവ വന്നിട്ട് നിർവഹിക്കുന്നത്. സ്വയമേവ ശരീരം സ്വീകരിച്ച് വന്നിട്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. എത്രയെത്രയോ നമുക്കറിയാം, എത്രയെത്രയോ വിഭൂതികൾ അല്ലേ ലോകത്തിൽ ആവിർഭവിക്കുന്നുണ്ട്, കാലാകാലങ്ങളിൽ ആവിർഭവിക്കുന്നുണ്ട്. അവരൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഭഗവാൻ ഈ ഒരു ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആവിർഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളൊന്നും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചു, ധർമ്മത്തിലൂടെയാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നത് എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ അംശഭാവേനയാണ് സർവവും തന്നെ നിലകൊള്ളുന്നത്. 10-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എന്തെന്തുണ്ടോ അതെല്ലാം തന്നെ എൻ്റെ അംശമായിട്ട് മനസ്സിലാക്കൂ. മാത്രമല്ല, എവിടെ എവിടെ അധിക തേജസ് ഉണ്ടോ അവിടെ എൻ്റെ ഭാവം കൂടുതൽ പ്രകടമാണെന്ന് മനസ്സിലാക്കൂ. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമദ് ഊർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന് ഭഗവാൻ പറയണ്ടേ. എവിടെ എവിടെ വിഭൂതിമത്തായിട്ടും ഊർജിതമായിട്ടുള്ള ഭാവം കാണുന്നുണ്ടോ അവിടെയൊക്കെ എൻ്റെ തേജസ്സിൻ്റെ അംശം കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ എൻ്റെ ഭാവം അവിടെ കൂടുതൽ പ്രകടമായിട്ടുള്ളത് മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എവിടെയാണ് ആവിർഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ ഓരോരുത്തരും നമ്മൾ നല്ല വാക്ക് പറയുമ്പോൾ അത് ഭഗവാന്റെ ആവിർഭാവമായിട്ട് മനസ്സിലാക്കാം. ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ ആവിർഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലോകത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധമാവുമ്പോൾ അവിടെയും ആ സന്നദ്ധത നമുക്ക് നൽകുന്നതും അതുപോലെ തന്നെ ആ ഒരു ഭാവത്തിൽ നമ്മളിൽ പ്രകടമാവുന്നതും തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. എന്നല്ല, ധർമ്മമാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് തന്നെ. അതുകൊണ്ട് ഭഗവാൻ വരട്ടെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ നമുക്കാർക്കും പറ്റില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ നമ്മളുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട് തന്നെ. പക്ഷേ ഇവിടെ അർജുനൻ്റെ സംശയത്തിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നു, എൻ്റെ ഈ ഒരു ദിവ്യമായിട്ടുള്ള ഈ ഒരു ജന്മസ്വീകരണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഈ ശരീരം സ്വീകരിച്ച് കഴിയുന്ന സമയത്തും ഈ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മഭാവവും എനിക്കില്ല. ഈ ശരീരത്തിൽ അഹം എന്നുള്ള താതാത്മ്യം എനിക്കില്ല. ഞാൻ ജനിച്ചവനാണ്, ഞാൻ മരിക്കുന്നവനാണ് എന്നുള്ള അഭിമാനം എനിക്കില്ല. കംസനെ കൊന്നവൻ ആരാണ് ചോദിച്ചാൽ ലോകർ മുഴുവൻ കൃഷ്ണൻ എന്ന് പറയുമായിരിക്കും. പക്ഷെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കംസനെ നിഗ്രഹിച്ചവനാണ് എന്നുള്ള അഭിമാനമില്ല. ആ അഭിമാനമില്ലാതെ ഭഗവാൻ പ്രവർത്തിച്ചു. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ഈ വിധത്തിലാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. യാതൊരു വിധത്തിലുമുള്ള കർത്തൃത്വഭാവമില്ലാതെയാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. എവിടെ? സ്വശരീരത്തിൽ. അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണ്ടേ ഭഗവാൻ നിലകൊള്ളുന്നത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം ആത്മാവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലല്ലോ. നമ്മളുടെയൊക്കെ ഉള്ളിൽ അഹം എന്നുള്ള ഭാവത്തിൽ നിലകൊള്ളുന്നത് ആ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കും ഈ ശരീരവുമായിട്ടുള്ള താതാത്മ്യമോ ഈ ശരീരം ചെയ്യുന്ന പ്രവൃത്തികളിൽ കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളോ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ നമുക്കും തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ആ ഭഗവാനുമായിട്ടുള്ള
ഐക്യം സംഭവിച്ചു കഴിഞ്ഞു. അല്ലാതെ മരിച്ചിട്ട് ഭഗവാനെ പ്രാപിക്കേണ്ട ആവശ്യമില്ല. ആ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഏതുപോലെ ഭഗവാൻ സ്വ ഉപാധിയിൽ, മായികമായിട്ട് സ്വീകരിച്ച ഉപാധിയിൽ സംഘമില്ലാതെ വർത്തിക്കുന്നുവോ അതുപോലെ ആണ് ഈ ശരീരങ്ങളിൽ ഓരോന്നിലും ഭഗവാൻ വർത്തിക്കുന്നത്. അതിനിടയ്ക്ക് പക്ഷേ ഞാൻ എന്നുള്ളൊരു അഭിമാനം മിഥ്യയായിട്ട് നിലനിൽക്കുകയാണ്. ആ അഭിമാനം മിഥ്യയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ആ അഭിമാനത്തെ അതിവർത്തിക്കാൻ സാധിച്ചാൽ അവിടെ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു. ആ ഭഗവാനുമായിട്ട് പിന്നെ ഐക്യത്തിന് വേണ്ടിയിട്ട് ദേഹം ഉപേക്ഷിക്കേണ്ടത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണെങ്കിൽ, അയാൾ ഈ ഒരു അറിവ് നേടിയ സമയത്ത് തന്നെ, ഈ ഒരു അറിവോടുകൂടി തന്നെ അയാൾ ജീവൻ മുക്തനായിരിക്കുന്നു. അങ്ങനെ ജീവൻ മുക്തനായിട്ടുള്ള ആള് ശരീരം ഉപേക്ഷിച്ചാൽ പിന്നീട് തിരിച്ചു വരുന്നില്ല, അയാൾ വിദേഹമുക്തനും കൂടിയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ത്യക്ത്വാ ദേഹം പുനർജന്മ ന ഏതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേഹം ഉപേക്ഷിച്ചാൽ പുനർജന്മത്തെ പിന്നെ പ്രാപിക്കുന്നില്ല. ആരാണോ യഹ തത്വതഃ വേത്തി, തത്വതഃ എന്ന് പറഞ്ഞാൽ തത്വത്തിൽ എന്നർത്ഥം. തത്വത്തിൽ അറിയുന്നത്, താത്വികമായിട്ട് അറിയുന്നത്. തത്വതഃ വേത്തി, താത്വികമായിട്ട് അറിയുന്നത്, ശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരത്തിൽ അറിയുന്നത്. എന്ത് അറിയണം? മേ പറഞ്ഞ എന്താണ്? മമ, എൻ്റെ, ദിവ്യം ജന്മ കർമ്മച്ച, ദിവ്യമായിരിക്കുന്ന ജന്മത്തെയും കർമ്മത്തെയും, ദിവ്യമായിരിക്കുന്ന അലൗകികമായിരിക്കുന്ന സാധാരണ ലോകത്തിൽ കണ്ടുവരുന്നത് പോലെ അല്ലാത്ത, അതാണ് ഇവിടെ ദിവ്യം എന്നുള്ളതിൻ്റെ അർത്ഥം. ദിവ്യമായിരിക്കുന്ന ജന്മത്തെയും കർമ്മത്തെയും ഏവം യഹ വേത്തി, ആരാണോ ഇപ്രകാരം അറിയുന്നത്, എങ്ങനെ? തത്വതഃ വേത്തി, ഇപ്രകാരം തത്വതഃ യഹ വേത്തി, തത്വത്തിൽ ആരാണോ അറിയുന്നത്. ആ ഇപ്രകാരം എന്നുള്ളതിനെ നമുക്കെപ്പോൾ എങ്ങോട്ടാണ് ഘടിപ്പിക്കുക? ഇപ്രകാരം എന്ന് തൊട്ട് മുന്നിലുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റണില്ല, അല്ലേ? കാരണം എന്താ? ഭഗവാൻ പറയുന്നത് ഞാൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് സംഭവിക്കുന്നു യുഗേ യുഗേ എന്നുള്ളതാണ്. അപ്പം തൊട്ട് മുന്നിലുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്രകാരം ആരാണോ അറിയുന്നത് എന്നുള്ളത് പിന്നെ ഇപ്പം എങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കും? എങ്ങട്ടാ? ഇപ്രകാരം എന്നുള്ളത് 6-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ എന്നുള്ള വിധത്തിൽ ആരാണോ എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് അറിയണത്. വാസ്തവത്തിൽ ഞാൻ അജനും അവ്യയനുമാണെങ്കിലും പ്രകൃതിയെ വശത്തിൽ വെച്ചിട്ട് സംഭവിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അത് ആരാണോ, ആ വിധത്തിൽ ആരാണോ എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് അറിയുന്നത്, അതിനെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ആ തത്വതഃ എന്നുള്ള പ്രയോഗം. ആ വിധത്തിൽ അറിയുമ്പോഴാണ് ഭഗവാനെ നമ്മൾ തത്വത്തിൽ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുക. അപ്പം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരായി? അയാളും ആ ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോഴും ആ ശരീരവുമായിട്ട് സംഘമില്ലാത്തവനായി, അസംഗസ്വരൂപനായി. അയാൾ അസംഗസ്വരൂപൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും സ്വതവേ അസംഗസ്വരൂപന്മാർ തന്നെയാണ്. നമ്മൾ എത്ര സംഘമുണ്ട് എന്ന് വിചാരിക്കുമ്പോഴും അസംഗസ്വരൂപമാണ് ആത്മ. അല്ലാതെ ഇനി ആത്മാവിനെ നമ്മൾ അസംഗമാക്കാനായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ ആത്മാ അസംഗസ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. പക്ഷേ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണില്ല എന്ന് മാത്രം. പക്ഷെ എപ്പോഴാണോ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള യുക്തികളിലൂടെ വിചാരം ചെയ്തിട്ട് ചിത്തശുദ്ധി കൈവരിച്ച് ശാസ്ത്രീയമായിട്ടുള്ള യുക്തികളിലൂടെ വിചാരം ചെയ്തിട്ട് എപ്പോഴാണോ നമുക്കിത് ബോധിക്കാൻ സാധിക്കുന്നത്, അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ ത്യക്ത്വാ ദേഹം പുനർജന്മ ന ഏതി, ദേഹം ഉപേക്ഷിച്ചിട്ട് പിന്നെ നമ്മൾ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. പിന്നെയോ മാമേതി, എന്നെ പ്രാപിക്കുന്നു. ഇത്രയാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും, ആശയം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 4:30 വരെയാണോ സമയം? 4:45, അരമണിക്കൂർ കൂടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ഭാഗത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക്
സംശയത്തിനെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കാം. സംഘമില്ലാത്ത, ശരീരവുമായിട്ടുള്ള അഭിമാനമില്ലാത്ത എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇവിടെ ഭഗവാൻ നൽകിയിട്ടുള്ളത്, അല്ലേ? അതെ, അയാൾക്ക് പിന്നെ പുനർജന്മമില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഭഗവാന് ജനനവും മരണവും ഇല്ല എന്ന് ആരറിയുന്നുവോ അയാൾക്കും എന്തില്ല, അയാൾക്ക് പിന്നെ അയാൾക്ക് അതുവരെ ജനനവും മരണവും ഉണ്ട്. കാരണം അയാൾ അജ്ഞാനിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാന് ജനനവും മരണവും ഇല്ല, ഭഗവാൻ അസംഗസ്വരൂപനാണ് എന്നറിഞ്ഞാൽ ആ ഭഗവാൻ തന്നെയല്ലേ തൻ്റെ ഉള്ളിലും ഇരിക്കുന്നത്. ഭഗവാൻ അസംഗസ്വരൂപനാണെന്ന് അറിഞ്ഞാൽ എങ്ങനെ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ? ഭഗവാന്റെ സ്വരൂപമാണ് ഈ കാണുന്നതെല്ലാം. നമ്മളിൽ അഹം എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നതും ഭഗവാന്റെ സ്വരൂപമാണ്, ആണല്ലോ. അങ്ങനെ നമ്മളെയും കൂടി ഉൾപ്പെടാതെ ഭഗവാന്റെ സ്വരൂപത്തെ നമുക്കറിയാൻ പറ്റുമോ? നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അറിയുമ്പോൾ ഭഗവാന്റെ അറിവ് പൂർണ്ണമായില്ല, അല്ലേ? ഭഗവാന്റെ അറിവ് അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയണം. ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയുമ്പോൾ അത് നമ്മുടെ തന്നെ സ്വരൂപമാണ്. എങ്ങനെ? ഏതൊക്കെ വിധത്തിലാണെന്ന് ചോദിച്ചാൽ അല്ല അവർ പറയട്ടെ എങ്ങനെ എത്തിപ്പെടുക. അതാണ് ഭഗവത്ഗീതയിലുടനീളം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ഉപദേശം കൂടുതലായിട്ട് നമുക്ക് 7, 8, 9 അധ്യായങ്ങളിൽ കൂടുതലായിട്ട് ഭഗവാൻ പറയും. എന്താണ്? മാത്രമല്ല മൊത്തം ശാസ്ത്രത്തിൻ്റെ ഒരു ഉപദേശ സാരം നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. അതായത് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവണം. ഭഗവാന്റെ സ്വരൂപത്തെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവണം, അല്ലേ? അതുപോലെ തന്നെ ധർമാനുസൃതമായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിച്ച് നമ്മളിലുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള അഭിമാനത്തെ നമുക്ക് തനൂകരിച്ച് കൊണ്ടുവരാൻ സാധിക്കണം, ലഘൂകരിച്ച് കൊണ്ടുവരാൻ സാധിക്കണം. ആ കർത്താവിനെ കർത്താവ് ദൃഢമായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ടുള്ള കർത്തൃത്വം, ആ കർത്തൃത്വത്തിൽ നിന്നും ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നവനാണ് എന്നുള്ള ആ ഒരു ലാളിത്യത്തിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ക്രമേണ ശാസ്ത്രം ഉപദേശിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള തത്വത്തെ മനനം ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ചിത്തശുദ്ധി കൈവരുന്നതിനനുസരിച്ച് ശാസ്ത്രം ഉപദേശിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങളെ വിചാരം ചെയ്യാനുള്ള ക്ഷമത നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ആ വിചാരത്തിൽ നമുക്ക് ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഓരോരുത്തർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ കർമ്മമണ്ഡലത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, നമ്മുടെ മനോഭാവത്തെ ശ്രദ്ധിക്കുക. ചിന്തകളെ എങ്ങനെയുള്ളതാക്കി തീർക്കുക? ശാന്തമാക്കി തീർക്കുക, സാത്വികമാക്കിയിട്ട് തീർക്കുക. പ്രവൃത്തി ചെയ്യുന്ന നമ്മൾ പ്രവൃത്തി മണ്ഡലം ഏത് മണ്ഡലത്തിലായാലും തിരക്കടില്ല. നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ അങ്ങേയറ്റം കുശലതയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുക. നമുക്ക് ഏത് കർമ്മമണ്ഡലമാണോ ഉള്ളത് അവിടെ ആത്മാർത്ഥമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കർമ്മം നമ്മൾ ചെയ്യുക.
അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യം എന്ത് ചെയ്യുക? ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക, അല്ലേ? ഞാനൊന്നും ചെയ്യണില്ല എന്ന് ആദ്യം വിചാരിക്കണ്ട, ഞാൻ ചെയ്യുന്നു എന്ന് തന്നെ വിചാരിച്ചാൽ മതി. എത്രത്തോളം നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കർമ്മങ്ങളെ അനുഷ്ഠിക്കുക തന്നെ ചെയ്യുക. പക്ഷെ അനുഷ്ഠിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഇവിടെ വളരെ നല്ലൊരു എന്താ പറയുക പദ്ധതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? കർമ്മഫലത്തെ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത്, കർമ്മഫലത്തിലുള്ള ആ ഒരു മനോഭാവം പതുക്കെ പതുക്കെ സാത്വികമാക്കിയെടുക്കുക. ആ ഒരു ഇന്ന ഫലം തന്നെ കിട്ടണം, അത് കിട്ടിയിട്ടില്ലെങ്കിൽ പാടെ നിരാശ എന്നുള്ളൊരു ഭാവമാണല്ലോ സാധാരണ നമുക്കുണ്ടാവുക. അതിനെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക. ആ കർമ്മഫലം എന്തായിട്ടുണ്ടെങ്കിലും അതിനെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത മനസ്സിന് ഉണ്ടാക്കിയെടുക്കുക. ക്രമേണ ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് കർമ്മഫലത്തെ ഈശ്വരപ്രസാദം എന്നുള്ള ഭാവത്തിൽ നമ്മൾ കർമ്മഫലത്തെ സ്വീകരിക്കണു. ക്രമേണ ആ കർത്തൃത്വ ഭാവത്തെയും സാത്വികമാക്കിയിട്ടെടുക്കുക. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ കർമ്മം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന വിധത്തിലുള്ള അംഗീകാരം കിട്ടണം, അല്ലെങ്കിൽ ഇന്ന വിധത്തിലുള്ള പല കർത്താവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല വിധത്തിലുള്ള രാജസിക ഭാവങ്ങൾ ഉണ്ടാവാം. ആ രാജസിക ഭാവങ്ങളെ പതുക്കെ പതുക്കെ സാത്വികമാക്കിയിട്ട് കൊണ്ടുവരിക, ശുദ്ധമായിട്ടുള്ള. അവസാനം എന്താണ്? ഭഗവാന്റെ നിമിത്തമായിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിച്ചു കൊള്ളണമെന്നില്ല. സാധിക്കില്ല എന്നല്ല പറയണത്, സാധിച്ചു കൊള്ളണമെന്നില്ല. നിരന്തരമായിട്ടുള്ള ഒരു സമർപ്പണ ഭാവത്തെ ഉണർത്തിയെടുക്കൽ അവിടെ നമുക്ക് ആവശ്യമായിരിക്കും. കർമ്മം ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നു, എൻ്റെ കർമ്മം എനിക്ക് ഇന്ന ഫലം കിട്ടണം എന്നുള്ള അഭിമാനം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. പക്ഷേ ക്രമേണ അതിനെ സാത്വികമാക്കിയിട്ട് കൊണ്ടുവരിക. ഭഗവാൻ എപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് സാത്വികമായി എന്ന് പറയാൻ പറ്റുക? ഭഗവാന്റെ ഒരു ഉപകരണമാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുമ്പോൾ അവിടെ ആ കർമ്മത്താൽ നമ്മൾ ബാധിക്കപ്പെടാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി എന്ന് പറയാം. അങ്ങനെ ആ ഒരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി ഭഗവാൻ ആയിക്കോളും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് നമ്മളുടെ മനസ്സിലെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ നേട്ടമാണ്. പറയാൻ വളരെ എളുപ്പം തന്നെയാണ്. പിന്നെ പിന്നെ അവിടെ ജീവഭാവമില്ല. ജീവൻ അവിടെ ഇല്ല. പിന്നെ അതായത് ജനിക്കുന്നതിന് മുന്നേ തന്നെ നോക്കുക, അല്ല മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അയാൾക്ക് സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരമാത്മാവാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അവിടെ ജീവഭാവം ഒരു എന്താ പറയുക, ആ ശരീരത്തിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാധിതമായിട്ടുള്ള അഹംഭാവം മാത്രമേ അവിടെ പിന്നെ ശേഷിക്കുന്നുള്ളൂ. ബാധിതമായിട്ടുള്ള ഭാവം എന്ന് പറയും. ശരീരത്തിൽ കഴിയണമല്ലോ പ്രാരബ്ധം തീരണത് വരെ. അപ്പോൾ ആ ശരീരത്തിൽ വ്യവഹരിക്കുന്നുണ്ട്. ജീവൻ മുക്തന്മാർ ശരീരത്തിൽ വ്യവഹരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യവഹരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നടത്ത് പോയി ഇപ്പോൾ ഇത് ചെയ്യുന്നു എന്നുള്ള വ്യവഹാരം അവിടെ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിലൊരു കൽപ്പിതമായിട്ടുള്ള ബാധിതമായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ അത് ആ അഹം എന്നുള്ള ഭാവം ഒരു വിധത്തിൽ സത്യമാണെന്ന് ആത്മജ്ഞാനി കരുതുന്നേ ഇല്ല. അങ്ങനെയുള്ളൊരു അഹംഭാവം മാത്രമാണ് ശരീരത്തിൽ ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് അവശേഷിക്കുന്നത്. അത് സ്വതവേ മിഥ്യയാണെന്നുള്ളത് കൊണ്ട്, ആ അഹംഭാവം തന്നെ മിഥ്യയാണെന്നുള്ളത് കൊണ്ട് ശരീരം വിട്ടുപോകുന്ന സമയത്ത് അതില്ലാതെ അതിന് പിന്നെ ആളവശേഷിക്കുന്നില്ലല്ലോ. ശരീരം എന്ത് സംഭവിക്കുന്നു? പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരം പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രകൃതിയിലേക്കുന്നു. സൂക്ഷ്മ ശരീരമാണെന്നുണ്ടെങ്കിലും പാഞ്ചഭൗതികം തന്നെയാണ്, അത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രകൃതിയിലേക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപമാവട്ടെ എപ്പോഴും ഏകമായിട്ട് സച്ചിദാനന്ദ സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു. ഏതുപോലെയാണോ ഒരു കുടം, ആകാശത്തിലിരിക്കുന്ന കുടം നമ്മൾ പറയും അല്ലേ? പക്ഷെ ആകാശം ഒരിക്കലും ഭേദിക്കപ്പെടുന്നില്ല. ആ ഭേദിക്കപ്പെടുന്നില്ല എന്നുള്ള അറിവുണ്ടായി കഴിഞ്ഞാൽ കുട ഇരിക്കുമ്പോഴും
കുട ഒക്കെ ഏകമായിരിക്കുന്ന ഭാവം തന്നെയാണ് അവിടെ ഉള്ളത്. എന്നതുപോലെ ആത്മജ്ഞാനി ശരീരത്തിലിരുന്നാലും ശരീരം ഉപേക്ഷിച്ചാലും ഒക്കെ അവിടെ ആത്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ മരിച്ചതിന് ശേഷം ലയിക്കുക എന്നുള്ള പ്രക്രിയയൊന്നും ഇല്ല. അത് ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മതലത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ശരീര സ്വീകരണത്തിന് കാരണമായിട്ട് ആചാര്യന്മാരുടെ വാക്കുകൾ ഉദ്ധരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരീര സ്വീകരണത്തിന് കാരണമായിട്ടൊരു ഉപാദാനമായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കണമല്ലോ. ഒരു ഉപാദാന കാരണം, ഒരു മൂലകാരണം ഉണ്ടായിരിക്കണം ഒരു ശരീരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ. സ്വയമേവ കർമ്മമൊന്നും ഇല്ലാത്താനും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ശരീര സ്വീകരണം എന്നുള്ളത് നടക്കുന്നത്? അതും എല്ലാ ശരീരത്തിലും ഒരേ പ്രവൃത്തിയല്ല ചെയ്യുന്നത്, പല പ്രവൃത്തികളാണ്. അപ്പോൾ അതിന് തക്ക വിധത്തിലുള്ളൊരു ഉപാദാന കാരണം ഉണ്ടാവണമല്ലോ എന്നുള്ള ചിന്തയ്ക്ക് ആചാര്യന്മാരുടെ വാക്കുകളെ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭക്തജനങ്ങളുടെ ലോകത്തിൻ്റെ പ്രാർത്ഥനയാണ് അതിന് ഉപാദാന കാരണമായിട്ട് തീരുന്നത് എന്നാണ്. എപ്പോഴാണോ അധർമ്മം കൊടിയുത്തി വാഴുന്നത്, അപ്പോൾ എന്ത് സംഭവം? നമ്മൾ പുരാണത്തിലൊക്കെ കാണുമല്ലോ, ഭൂമിദേവി പോയിട്ട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു പറച്ചിലാണ്. അതായത് ലോകത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ധർമ്മ സങ്കടത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സ്വാഭാവികമായിട്ട് വരുന്നു. ആ പ്രാർത്ഥനയെ ഉപാദാന കാരണമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ ജന്മസ്വീകരണം നടക്കുന്നത് എന്നാണ് ആചാര്യന്മാർ അതിന് മറുപടിയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. യുഗേ യുഗേ എന്നുള്ളത് കാലികമായിട്ട് സംഭവിക്കുന്നു. എപ്പോഴാണോ ആവശ്യം അപ്പോൾ ശരീരം സ്വീകരിക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമേ അവിടെ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അല്ലാതെ യുഗ കണക്കൊന്നും എടുത്തിട്ട് നമ്മൾ ഇന്ന യുഗത്തിൽ യുഗം തോറും സംഭവിക്കുന്നു എന്ന് നമ്മൾ അവിടെ കാണേണ്ട ആവശ്യമില്ല. വ്യക്തമാണോ? കുറച്ച് അല്ലേ? അവിടെ ഈശ്വരൻ എന്നുള്ളൊരു ഭാവത്തിൽ നിന്നിട്ടാണ് ആ ജന്മസ്വീകരണം സംഭവിക്കുന്നത്. ജീവൻ, ഈശ്വരൻ, ആ സമഷ്ടി ഭാവത്തിൽ നിന്നിട്ടാണ് ആ ജന്മസ്വീകരണം സംഭവിക്കുന്നത്. ഇത് ഒരു കാര്യം പറയട്ടെ, ആത്യന്തികമായിട്ടുള്ള തലത്തിൽ ലോകമുണ്ടോ? ധർമ്മമുണ്ടോ? ധർമ്മ സംസ്ഥാപനമുണ്ടോ? ഇല്ല. അതാണ് ആത്യന്തികമായിട്ടുള്ള തലം. പിന്നെ ധർമ്മ സംസ്ഥാപനം, ലോകം, നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏത് തലത്തിലാണ്? വ്യാവഹാരിക തലം. വ്യാവഹാരിക തലത്തിൽ ഈശ്വരനെ നമുക്ക് അംഗീകരിക്കാം അല്ലേ? അപ്പോൾ ആ ഈശ്വരന് എന്താവാം? ജീവങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടൊരു ജന്മം സ്വീകരിക്കുന്നു എന്നുള്ളതിനെ നമുക്ക് അംഗീകരിക്കാം. അല്ലാതെ ആത്യന്തികമായിട്ടുള്ള തലത്തിൽ ഇതില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അല്ലെ ശരീരത്തെ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമല്ല. ശരീരത്തെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വ്യാവഹാരിക തലത്തിലാണ്. ആത്യന്തികമായിട്ടുള്ള തലത്തിൽ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം മിഥ്യയായിട്ടുള്ളതാണ്. ഏത്? ഈശ്വരൻ എന്നുള്ളതും ആത്യന്തികമായിട്ടുള്ള തലത്തിൽ ഈശ്വരഭാവവും മിഥ്യയാണ്. ഈശ്വര സ്വരൂപം മിഥ്യയല്ല, അതേ ഉള്ളൂ സത്യമായിട്ട്. പക്ഷെ ഈശ്വരഭാവം മിഥ്യയാണ്. എന്താ ഈശ്വരഭാവം എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ മൊത്തമായിട്ടുള്ള ആത്മഭാവം, സമഷ്ടി ഉപാധികമായിട്ടുള്ള ഭാവത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. വ്യഷ്ടി ഉപാധികനായിട്ടുണ്ടെങ്കിൽ ജീവൻ, സമഷ്ടിയാകുന്ന ഉപാധിയോട് ചേർന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു തത്വമേ ഉള്ളൂ, പല തത്വങ്ങളില്ല. സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏകമേ ഉണ്ടാവാൻ തരുള്ളൂ. ആ ഏകമായിരിക്കുന്ന സ്വരൂപമാണ് ഈ നാടകം മുഴുവനും ആടിക്കൊണ്ടിരിക്കുന്നത്. ജീവനായിട്ടും ജീവന്മാരായിട്ടും ജഗത്തായിട്ടും ഈശ്വരനായിട്ടും കാണപ്പെടുന്നത് ഒരു സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന തത്വം തന്നെയാണ്. അവിടെ പലതില്ല.
ആ തലത്തിലോട്ട് എന്തില്ലേ, സൃഷ്ടിയോ ആ ഏകവും അദ്വിതീയവുമായിരിക്കുന്ന തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ സൃഷ്ടിയും മറ്റ് പ്രക്രിയകളും ഒന്നുമില്ല. സൃഷ്ടിയില്ല, സ്ഥിതിയില്ല, ഉപസംഹാരമില്ല, ഒന്നുമില്ല. ഇനി സൃഷ്ടിയെയും സ്ഥിതിയെയും ഉപസംഹാരത്തെയൊക്കെ നമ്മൾ മാനിക്കുന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ സൃഷ്ടമായിരിക്കുന്ന ജീവനാവട്ടെ, ജഗത്താവട്ടെ, സൃഷ്ടി ചെയ്യുന്ന ഈശ്വരനാവട്ടെ, ഇതൊക്കെ തന്നെ എന്താണ്, ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ പല വിധത്തിലുള്ള ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സംഭവിക്കുന്ന പ്രക്രിയകൾ മാത്രമാണ്. ഇത് നമുക്ക് മനസ്സിലാവാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് നമുക്ക് കേട്ടിരിക്കാം അല്ലേ, പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോധത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ബോധം ശുദ്ധമല്ലേ എന്ന് ചോദ്യം. ബോധം ശുദ്ധമാണ്, പക്ഷെ ഇപ്പം അത് വളരെ പരിമിതമായിട്ടുള്ള തലങ്ങളിൽ പല വിധത്തിലുള്ള ഈശ്വര സൃഷ്ടമായിട്ടുള്ള പ്രപഞ്ചത്തിൽ മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്നത്, ജീവസൃഷ്ടമായിട്ടുള്ള ദ്വൈതത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യം ഈ ജീവസൃഷ്ടമായിട്ടുള്ള ദ്വൈതത്തിൽ നിന്നും ഒന്ന് ഊരി എടുക്കണം നമ്മളെ തന്നെ. ഈശ്വര സൃഷ്ടമായിട്ടുള്ള ദ്വൈതം ഒരു പ്രശ്നമല്ല. എന്താണ് ഈ ജീവസൃഷ്ടമായിട്ടുള്ള ദ്വൈതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടേതായിട്ടുള്ള മാനസിക കൽപ്പനകളുണ്ട്, പലപ്പോഴും വസ്തുതയ്ക്ക് നിരക്കാത്ത വിധത്തിലുള്ള പല വിധത്തിലുള്ള മാനസികമായ കൽപ്പനകൾ. അത് സ്വാഭാവികമാണ്, അത് നമുക്കൊരു അനുഗ്രഹവുമാണ്. എന്ത്? ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളത്. ആ ചിന്തിക്കാനുള്ള കഴിവ് വിപരീതമായിട്ട് പോകുമ്പോഴാണ് നമ്മൾ മാനസിക കൽപ്പന എന്നൊക്കെ പറയുന്നത് അല്ലേ. അതിനെ നമുക്ക് ആ ചിന്തിക്കാനുള്ള കഴിവാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കാനും നമ്മളെ സന്നദ്ധമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ശാസ്ത്ര ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ എത്തുന്നതും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളത് നമുക്ക് ഒരു ഭാഗത്ത് അനുഗ്രഹവുമാണ്, മറുഭാഗത്താവട്ടെ അത് തന്നെയാണ് നമുക്ക് തടസ്സമായിട്ടും നിൽക്കുന്നത്. അപ്പം എന്തേ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ആ ചിന്തിക്കാനുള്ള കഴിവിനെ ശരിയായ വിധത്തിൽ അഭ്യസിപ്പിച്ചിട്ട്, ശരിയായ വിധത്തിൽ നമുക്ക് അതിനെ ട്രെയിൻ ചെയ്തിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വരണം അല്ലേ. അപ്പോൾ ആ ഒരു പ്രക്രിയ നമ്മൾ നിരന്തരം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പരമ്പരാഗതമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള പ്രക്രിയകൾ നമുക്ക് അവലംബിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സേവ ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് മനസ്സടക്കി ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന അഥവാ മനസ്സടക്കി ജപധ്യാനങ്ങൾ ചെയ്യുന്ന ശീലം നമുക്കുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ശുദ്ധീകരണം കൊണ്ടുവരാൻ സാധിക്കും. നമ്മളിൽ ആ ശുദ്ധീകരണം എന്നുള്ള പ്രക്രിയ പെട്ടെന്ന് സംഭവിക്കും. നമ്മുടെ ചിത്തം എത്രത്തോളം സാത്വികമാണോ, എത്രത്തോളം ശുദ്ധമാണോ, അത്രത്തോളം നമുക്ക് ഭഗവാന്റെ വാക്കുകൾക്ക്, ആ വാക്കുകളുടെ പൊരുൾ നമ്മളുടെ ഉള്ളിൽ തെളിയും. അല്ലെങ്കിൽ നമ്മൾ കേട്ടാലും നമുക്ക് ആ ബോധം ഉള്ളിൽ തെളിയില്ല. ഇതൊക്കെ ശരിയാണോ? നമ്മൾ ബുദ്ധിതലത്തിൽ ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിതലത്തിൽ നമുക്ക് ഒരു പക്ഷേ ഒരുപാട് തർക്കിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അവിടെ ഇരിക്കുകയുള്ളൂ നമ്മുടെ ബോധം ശുദ്ധമാവാതെ, നമ്മളുടെ ചിന്ത ശുദ്ധമാവാതെ നമുക്ക് ഈ ഒരു തത്വത്തിലേക്ക് നമ്മളെ ഉയർത്താൻ സാധിക്കില്ല. അതൊരു സുദീർഘമായിട്ടുള്ള പ്രക്രിയയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപാട് കാലം ചെയ്യണം എന്നല്ല പറയുന്നത്. ഓരോ ജീവൻ്റെയും പക്വതയ്ക്ക് അനുസരിച്ചിട്ട് ആപേക്ഷികമാണത്. പക്ഷെ സാമാന്യമായിട്ട് പറയുമ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ എന്ന് പറയുന്നുണ്ട്. അനേകം ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സാധനയുടെ ഫലമായിട്ടാണ് ഒരാൾ എന്നിലേക്ക് പ്രവേശിക്കുന്നത്, എന്നെ പ്രാപിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു സാധനയുടെ ജീവിത പ്രക്രിയയുടെ ഫലമായിട്ടാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആത്യന്തികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രക്രിയ ആരംഭിച്ചു വെച്ചു നമ്മളെല്ലാവരും എന്നുള്ളിടത്ത് നമുക്ക് കൃതാർത്ഥതയുണ്ട്.
ആ ഈശ്വരീയമായിട്ടുള്ള ഒരു സംസ്കരണ പ്രക്രിയ ആരംഭിച്ചു വെച്ചു. അതിൽ യാതൊരു സംശയവും ഇല്ല. അത് നമ്മുടെ കർമ്മമണ്ഡലത്തിലും ആ ഒരു കർമ്മമണ്ഡലത്തിലും അതിൻ്റെ സ്വാധീനത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഒരു വെളിച്ചം പകരുന്നതാക്കിയിട്ട് തീർക്കാൻ നമുക്ക് സാധിക്കും.